താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം 4 മാസത്തിലേറെ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ച സംഭവമാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. പുതുപ്പാടി സ്വദേശിനി ബിന്ദുവിന്റെ 4 മാസം പ്രായമുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ ഡോക്ടർ എത്താതിരുന്നതും ആവശ്യമായ പരിചരണം നൽകാതിരുന്നതുമാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്നാണ് ആരോപണം. ഇവര് കുട്ടി താഴോട്ട് ഇറങ്ങി ഒരു കുട്ടീൻ്റെ നടുവാണ് പുറത്തേക്ക് വരുന്നതെന്ന് അവര് പറഞ്ഞത്. കുട്ടീൻ്റെ പകുതി ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ അവര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ കുട്ടീനെ ഉള്ളിലേക്ക് തന്നെ തള്ളി കയറ്റി വെച്ചിട്ട് ഞാൻ അടിയിൽ കൊടുത്ത പാവാട അത് അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സാകുമ്പോഴൊക്കെ സ്ത്രീകൾ ഉടുക്കുന്ന മാതിരി അവരത് വലിച്ചു കെട്ടി കൊടുത്ത് ടൈറ്റാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു പുഷ് ചെയ്യരുത്, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് പുറത്തേക്ക് വരും. അപ്പം ഞാൻ നിങ്ങളിത് അഴിക്കി, എനിക്ക് കുഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളിത് അഴിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരത് അയക്കാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെക്കായിട്ട് 15 മിനിറ്റിന്റെ ഡോക്ടർമാർ പറഞ്ഞപ്പോഴായിരുന്നു എൻ്റെ കുഞ്ഞ് 4 മാസം വെന്റിലേറ്റർ. ഇന്നലെ 2:45 എൻ്റെ കുട്ടി മരണപ്പെട്ട്. ഞാൻ ആരോടെ പറയുന്ന എന്റെ വിഷമം. ഒരുപാട് പരാതി ഞാൻ കൊടുത്ത്. ഞങ്ങൾ DMOക്ക് കൊടുത്ത്, പിന്നെ വടകര റൂറൽ SP കൊടുത്ത്, ആരോഗ്യമന്ത്രിക്ക് കൊടുത്ത്, താമരശ്ശേരി സൂപ്രണ്ടിന് കൊടുത്ത്, നമ്മളെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന് കൊടുത്ത്, എല്ലാവർക്കും കൊടുത്ത്. ഈ നേരം വരെ സ്റ്റേഷനിൽ പോലും എന്നെ ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ചില്ല. 4 മാസമായി. ഞാനിനി ആരോടാ പറയണേ? വാടകയ്ക്കാ ഞങ്ങള് നിക്കുന്നേ. ഇത് നാളെ അവരെ ഒഴിവാകാൻ പറഞ്ഞിട്ട് ഞാൻ 4 മാസമായി വാടക കൊടുത്തിട്ട്. എന്റെ മുന്നിൽ ഇനി ഒരു ആത്മഹത്യ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. വേറെ ഒന്നും എനിക്കൊന്നും പറയാനില്ല. സിദ്ദിഖ് പന്നൂർ ചേരുന്നു താമരശ്ശേരിയിൽ നിന്നും വാർത്തയുടെ വിവരങ്ങളുമായി. സിദ്ദിഖ്, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നിന്ന് വന്നത്. നമുക്ക് ഈ ദമ്പതികളുടെ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായത്. ആശുപത്രി അധികൃതരുടെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് മരണത്തിന്, കുഞ്ഞ് മരിക്കാനുള്ള കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. പിന്നീട് പരാതിയുമായി ഇവർ പോലീസിനെ സമീപിച്ചു, ആരോഗ്യവകുപ്പിനെ സമീപിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് ഒരു വിധത്തിലുള്ള അനാസ്ഥയും ഉണ്ടായിട്ടില്ല, വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ്. എന്തായാലും ഈ ഒരു സംഭവം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇതുവരെയും അവർക്ക് ഒരു അറിയിപ്പോ ഒരു വിധത്തിലുള്ള അവരോട് ഫോണിൽ വിളിച്ചു പോലും കാര്യം തിരക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്താണ് ഈ ദമ്പതികളുടെ തീരുമാനം? നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായും വളരെ ഏറെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയാം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രയാസമുണ്ടാവുന്നു. പ്രത്യേകിച്ച് പ്രസവ സമയത്തുള്ള വേദനയും അതിന്റെ പ്രയാസവും അത് ആർക്കും പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതല്ല. ഈ സമയത്ത് ഇവർ പറയുന്നത് ആ ദിവസം തന്നെ ഡോക്ടറെ, അന്ന് വൈകുന്നേരം ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടർ അതായത് ഡിസംബർ 4-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവർ ഡിസംബർ 21-ന് സിസേറിയൻ വേണമെന്നും പറഞ്ഞ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച് ഡോക്ടർ ഇവരെ തിരിച്ചയച്ചതാണ്. എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ആശുപത്രിയിൽ വരണമെന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രയാസമുണ്ടായിരുന്ന സമയത്ത് രാത്രി ഏകദേശം 9:30 മണിയോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുകയാണ്. ഇവിടെ ഈ സമയത്ത് കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറും ഏതാനും ജീവനക്കാരും മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ കോൾ ഓൺ ഡ്യൂട്ടി എന്നാണ് പറയുക. അവർ ഏത് സമയത്തും അവരുടെ ചികിത്സയിലുള്ള പേഷ്യന്റിന്റെ വിളി ഉണ്ടായാൽ എത്തണം എന്നാണ് ഇതിലെ നിയമം. ഒരു ഡോക്ടർ ഓരോ ദിവസവും ചികിത്സയിൽ ഉണ്ടായിരുന്ന ഇവരെ ചികിത്സിച്ചിരുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറെ വിളിച്ച സമയത്ത് വരാൻ കഴിയില്ല എന്നും ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കണമെന്നും പറഞ്ഞു. എന്നാൽ ഇവർ പറയുന്നത് ഇവർ ചോദിച്ചിരുന്നു കോളേജിലോ മറ്റോ പോകേണ്ടതുണ്ടോ. കാരണം 17 വർഷങ്ങൾക്ക് ശേഷമാണ് വിവാഹം കഴിഞ്ഞ്
17 വർഷത്തിന് ശേഷമാണ് ഇവർ ഗർഭിണിയാവുന്നത്, ഇവർക്കൊരു കുഞ്ഞ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ എന്ന ഒരു ആശങ്കയിൽ മെഡിക്കൽ കോളേജിലൊക്കെ മറ്റോ പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് യാതൊരു പ്രയാസവുമില്ല എന്ന്, ഞാനില്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നും, സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം 100% ഓക്കെയാണ്, മറ്റൊരു പ്രയാസവുമില്ല എന്നും ഇവരെ അറിയിച്ചതാണ്. എന്നാൽ ഈ ദിവസം ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. ഡോക്ടർ വിളിച്ച സമയത്ത് ഇവരെ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നത് ഈ പ്രസവത്തിന് തൊട്ട് മുന്നേ വെള്ളം പോകുക എന്ന് പറയുന്ന അങ്ങനെ ഉണ്ടായ സമയത്ത് ഇവർക്ക് മനസ്സിലായി പ്രസവം ഇപ്പൊ തന്നെ നടക്കുമെന്ന്. എന്നാൽ അതൊന്നും അംഗീകരിക്കാതെ ഇവരുടെ അടിയിലുണ്ടായിരുന്ന വസ്ത്രം കീറി ഇത് ശരിക്ക് വെച്ച് ഇവർ പറയുന്നത് പുറത്തേക്ക് വന്ന കുഞ്ഞിനെ ഉള്ളോട്ട് തന്നെ തള്ളി എന്നാണ് ഇവർ പറയുന്നത്. ആ രീതിയിൽ ചെയ്ത് പെട്ടെന്ന് കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞു അയച്ചു എന്നാണ്. എന്നാൽ ഈ സമയത്ത് ഇവർ പറയുന്നു, എനിക്ക് കുഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്, അസംഖ്യമായ വേദനയുണ്ട്, നിങ്ങൾ ഈ കെട്ട് അഴിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അഴിക്കേണ്ടതില്ല, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, പ്രഷർ കൊടുക്കാതിരുന്നാൽ മതി, പ്രസവിക്കില്ല, നിങ്ങൾ കോളേജിൽ എത്തിയ ശേഷം മാത്രമേ പ്രസവിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കോളേജിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കോളേജിൽ എത്തിയ സമയത്ത് ഡോക്ടർമാർ പറയുന്നു കുട്ടിക്ക് മസ്തിഷ്കത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. ആരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നാണ് സിദ്ദിഖ് പറയുന്നത്. ആ സമയത്ത് ഡോക്ടർമാരും ഇല്ലായിരുന്നോ? ഇത് നഴ്സുമാരാണോ ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചത്? നഴ്സുമാരാണ്? അത് ഏതെങ്കിലും ഗുരുതരമായ സാഹചര്യം, ഈ കുഞ്ഞിന് ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ട് എന്ന് കരുതി പറഞ്ഞയച്ചതായിരുന്നോ? മറ്റൊരു ആശുപത്രിയിലേക്ക് ഇവരെ പറഞ്ഞു വിട്ടതാണോ? അല്ല, ഈ ഗൈനക്കോളജി ഡ്യൂട്ടിയിൽ വിളിച്ചിട്ട് വരേണ്ട ഗൈനക്കോളജി ഡോക്ടർ വരാത്തതിനെ തുടർന്ന് അവർ രാത്രിയിലായതുകൊണ്ട് വരാതെ, അതായത് ഇവർ ഫോണിൽ വിളിച്ചാൽ വരണം എന്നതാണ് നിയമം. ആശുപത്രിയിൽ ഈ സമയത്ത് കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറും ഏതാണ്ട് നഴ്സുമാരും മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ഒഴികെയുള്ള ജീവനക്കാർ ഉണ്ടാവും. എന്നാൽ ഈ ഡോക്ടർ വരാത്തത് കൊണ്ട് തന്നെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നഴ്സുമാർ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരം ഇവർ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നാൽ കോളേജിലേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കാതെ അവിടെ ഉണ്ടായിരുന്ന അത്യാഹിത വിഭാഗത്തിലുള്ള ഒരു സാധാ ഡോക്ടറാണ്. എന്നാൽ അവർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തേണ്ടിയിരുന്ന ഗൈനക്കോളജി ഡോക്ടർ എത്തിയില്ല. മാത്രമല്ല, ഗൈനക്കോളജി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന മറ്റു നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇത് വളരെ ലാഘവത്തോടുക, അല്ലെങ്കിൽ അവർക്ക് ഇത് ഡോക്ടർ ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. എന്താണ് അതിന്റെ വസ്തുത എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ആശുപത്രി അധികൃതർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്നും, ഇവർക്ക് പ്രസവം നടക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് കോളേജിലേക്ക് പറഞ്ഞയച്ചത് എന്നാണ്. എന്നാൽ ഇവർ പറയുന്നു കൃത്യമായിട്ട് ഇവരുടെ ഡ്രസ്സ് ഈ രീതിയിൽ കീറി പുറത്തോട്ട് വന്ന കുഞ്ഞിനെ ഉള്ളോട്ട് തന്നെ തള്ളിയിട്ട് ഇത്രയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പോലും, പറയാൻ പോലും, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം ആശുപത്രിയിലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ഏതായിരുന്നാലും ഇവർ ഇപ്പോൾ പറയുന്നത് ഏതറ്റം വരെയും നിയമപരമായിട്ട് ഏതറ്റം വരെയും പോവും. ഇവർ പോലീസിൽ പരാതി നൽകി, ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഇതിലൊന്നും യാതൊരു നടപടി ഉണ്ടായില്ല. മാത്രമല്ല ഇവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാർ 1-2 തവണ വിളിച്ചു, ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞ സമയം 4 മാസമായി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഈ കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. ഡിസംബർ 4 മുതൽ ഇന്നലെ വരെ ഇവർ ആശുപത്രിയിലാണ്. ഈ ഭാര്യയും ഭർത്താവും മാത്രമാണുള്ളത്. ഭർത്താവ് പാലക്കാട് സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോ ആരോ ഇവിടെ ഇല്ല. ഈ സ്ത്രീക്കും കാര്യമായ ബന്ധുക്കളൊന്നുമില്ല. അമ്മയൊക്കെ മരിച്ചു പോയതാണ് എന്നാണ് പറയുന്നത്. കാര്യമായ ബന്ധുക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമാണ് ആശുപത്രി ഉണ്ടായിരുന്നത്. ഈ മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകുക എന്നത് ഇവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോലീസ് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ അത് ഉണ്ടായില്ല. നിങ്ങൾ ഡിസ്ചാർജ് ആയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകണം എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും സമയമെടുത്തിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ല. മാത്രമല്ല ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏറെ പ്രതിഷേധാർഹമായിട്ടുള്ള, ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. കാരണം വലിയ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന ദമ്പതികൾ അവരോട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നീതി കിട്ടുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ടോ? നമുക്കറിയാം ഈ കോഴിക്കോട്ട് ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ, അല്ലെങ്കിൽ ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായ, ഈ ഏതാനും വർഷങ്ങൾക്ക് ഈ സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളും നമുക്കറിയാം. ഹർഷീനയുടെ അവസ്ഥ അറിയാം. കത്രിക ശസ്ത്രക്രിയയുടെ വയറ്റിൽ കുടുങ്ങിയത്, അതിനുശേഷം ICU പീഡന കേസ്. ഇവിടെയൊന്നും ഇരകൾക്ക് നീതി കിട്ടാത്ത സാഹചര്യമാണ്. ഈ കുടുംബത്തിന്, ഈ ദമ്പതികൾക്ക് ഈ ആരോഗ്യവകുപ്പിൽ നിന്ന്, നമ്മുടെ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖ്?
ഇതിൽ ഇവർ പറയുന്ന പോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്ന് യാതൊരു നീതിയും ഇവർക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട സംഭവങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകുമ്പോൾ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു സമിതിയാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നാൽ ഈ സമയത്തൊക്കെ തന്നെ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ മറ്റു ജീവനക്കാരെയോ പിന്തുണക്കുന്ന ഒരു നിലപാട് മാത്രമാണ് ആശുപത്രിയുടെ അതല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിഷയത്തിലും ഇരക്ക് നീതി കിട്ടിയെന്ന് പറയാൻ കഴിയില്ല. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച മറച്ചു വെക്കുന്ന രീതിയിൽ ആരോഗ്യ വകുപ്പിന്റെ മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി എന്ന് തന്നെയാണ്. എന്നാൽ ഇവർ പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പോലീസിനും ചില പരിമിതികൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഇവർ പറയുന്നത് ഏത് അറ്റം വരെയും കോടതിയോ വക്കീൽ മുഖേന കോടതിയെ സമീപിച്ച് നീതി നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ട ഏതറ്റം വരെയും പോകും എന്നാണ് ഇവർ പറയുന്നത്. സാമ്പത്തികമായിട്ട് യാതൊരു കഴിവും ഇവർക്കില്ല. 4 മാസമായിട്ട് വീടിന്റെ വാടക കൊടുക്കാത്തതിനാൽ തന്നെ വീട്ടിൽ വാടക വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം 4 മാസത്തിലേറെ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്. സംഭവം നടന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസോ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് വലിയ പ്രതിഷേധത്തിന് കാരണം. ആ കുടുംബം ദമ്പതികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉറച്ചു തന്നെയാണ്.